നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ താലൂക്കിൽ ഇന്നും നാളെയും റേഷൻ കടകൾ തുറക്കില്ല. കടയെടുപ്പ് സമരം ആരംഭിച്ചു. മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം ഐ.വി. ദാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. കുറുക്കന്റെ ആക്രമണം, വിദ്യാർത്ഥിക്ക് പരിക്ക്. ഇനിയും തുറക്കാത്ത ദുരന്ത നിവാരണ വകുപ്പിന്റെ എമർജൻസി ഓപ്പറേഷൻ സെന്റർ. അബ്ദുൽ മനാഫ് പൊന്നാനി അനുസ്മരണാർത്ഥം സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരൂർ താലൂക്ക് റേഷൻ വ്യാപാരി സംയുക്ത സമിതി കടയെടുപ്പ് സമരം ആരംഭിച്ചു. വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളാണ് വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സമരരംഗത്തുള്ളത്. KTPDS ആക്ട് കാലോചിതമായി മാറ്റം വരുത്തുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ വിതരണത്തിനായുള്ള കോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം. രാപ്പകൽ സമരത്തോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിടാനാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. വെട്ട ന്യൂസ്, തിരൂർ. മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂവെന്ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. വായന പക്ഷാചരണ പരിപാടികളുടെ ജില്ലാതല സമാപനം തിരൂർ തുഞ്ചൻ പറമ്പിൽ തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ തലമുറ വായനയിൽ പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വായനയുടെ ലഹരിയാണ് അറിവിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവരിൽ എത്തിക്കുക. ആ ഒരു സന്ദേശമാണ് നമ്മൾ നൽകാൻ ശ്രമിക്കുന്നത്. ഈ ഒരു തീരുമാനം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ എക്കാലത്തും പിന്തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു. വായന പക്ഷാചരണ പരിപാടിയുടെ ജില്ലാതല സമാപനം തിരൂർ തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലപ്പുറം ജില്ലാ ഭരണകൂടം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് പൊതുവിദ്യാഭ്യാസ വകുപ്പുകളുടെയും സാക്ഷരതാ മിഷൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ, വിദ്യാരംഗം, PN പണിക്കർ ഫൗണ്ടേഷൻ തുടങ്ങിയവയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. അക്ഷരസ്നേഹികളുടെ ഒരു നാട്ടിലാണ് നമ്മൾ ഉള്ളത്. അക്ഷരത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം എഴുത്തും വായനയും ഒക്കെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇവിടെ വളരെ മുമ്പ് ഒരു 3-4 പതിറ്റാണ്ടിനപ്പുറം എന്നൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത ആളുകൾ പ്രായമുള്ള ആളുകൾക്കിടയിലുണ്ടായിരുന്നു.
ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായിരുന്നു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ C അബ്ദുൾ റഷീദ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. നഗരസഭ വാർഡ് കൌൺസിലർ ഷബീർ അലി നെടുംപറമ്പിൽ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേശ് കുമാർ, തിരൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KS ഷറഫുദ്ദീൻ, PN പണിക്കർ ഫൗണ്ടേഷൻ പ്രതിനിധി ജാഫർ കക്കൂത്ത്, വിദ്യാരംഗം ജില്ലാ കൺവീനർ P ഇന്ദിരാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് സ്വാഗതവും സാക്ഷരതാ മിഷൻ തിരൂർ നഗരസഭാ പ്രേരക് സതീരത്നം നന്ദിയും പറഞ്ഞു. വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി വിദ്യാരംഗം കലാവേദിയും ജില്ലാ സാക്ഷരതാ മിഷനും നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ഉപഹാര വിതരണവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. കേവരം VR നായനാർ സ്മാരക ഗ്രന്ഥാലയം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പഴയകാല നേതാവും സാംസ്കാരിക സാമൂഹിക രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തിയുമായ IV ദാസ് അനുസ്മരണവും വിജയികളെ ആദരിക്കലും അമ്മ വായന പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കേരളത്തിൻ്റെ വളരെ ശോചനീയമായിട്ടുള്ള ഒരവസ്ഥയിലാണ് IV ദാസിനെ പോലുള്ള മഹാരഥന്മാരൊക്കെ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി വന്നു. PN പണിക്കർക്കും തായാട്ട് ശങ്കരനുമെല്ലാം ശേഷമാണ് ഈ ഗ്രന്ഥശാല പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ അദ്ദേഹം തുടങ്ങി. വിദ്യയിലൂടെ നമ്മൾ വളരുള്ളൂ, വായനയിലൂടെ നമ്മൾ വളരുള്ളൂ. വായിക്കാത്തവൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവന് എല്ലാം പറഞ്ഞു കേൾക്കുന്നത് മുഴുവൻ അവന്റെ വിശ്വാസങ്ങൾ, അവന് സത്യമൊന്നും അറിയില്ല. VR നായനാർ സ്മാരക ഗ്രന്ഥാലയം IV ദാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. പരിപാടി VC ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. C മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി. മുൻ പഞ്ചായത്ത് അംഗം കൃഷ്ണൻ, TV രാമകൃഷ്ണൻ, ബാലകൃഷ്ണൻ PP, CH സുഭദ്ര എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി VV സത്യാനന്ദൻ സ്വാഗതവും P മാധവൻ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് താനൂർ. കുറുക്കന്റെ ആക്രമണം വിദ്യാർത്ഥിക്ക് പരിക്ക്. ഒഴൂർ കതിർകുളങ്ങര സ്വദേശി പൊടിയങ്ങൽ അബ്ദുൾ മജീദിന്റെ മകൾ ഫാത്തിമ നഹ്ലയെയാണ് കുറുക്കൻ ആക്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6ഓടെയാണ് സംഭവം. വീടിന് പരിസരത്ത് കുതിരസവാരിയും സൈക്കിൾ സവാരിയും നടത്തുന്നതിനിടെയാണ് കുറുക്കൻ ആക്രമിക്കാനായി എത്തിയത്. കുതിരയെ കടിക്കാനായി വന്ന കുറുക്കനെ കുതിര തൊഴിച്ചതോടെ കുട്ടിക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. കുട്ടിയുടെ മുഖത്ത് ഗുരുതര പരിക്കേറ്റു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വെട്ടം ന്യൂസ് തിരൂർ. തിരൂർ താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി തിരൂർ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്ന് 2022 മെയ്യിലാണ് ഉദ്ഘാടനം നടന്നത്. താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ ഉപകരണങ്ങൾ സ്ഥാപിക്കാത്തതും ജീവനക്കാരെ നിയമിക്കാത്തതുമാണ് പ്രശ്നം. ഈ വിഷയം കുറുക്കോളി മൊയ്തീൻ MLA തിരുവനന്തപുരത്ത് നടന്ന റവന്യൂ അസംബ്ലിയിൽ അവതരിപ്പിച്ചിട്ടും നടപടിയായില്ല. ഇവിടേക്ക് അനുവദിച്ച കമ്പ്യൂട്ടറുകൾ റവന്യൂ വകുപ്പ് ഓഫീസിൽ മറ്റ് ആവശ്യങ്ങൾക്കായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടേക്ക് വേണ്ട ജീവനക്കാരെ ജില്ലാ കളക്ടർ ടേൺ അനുസരിച്ച് വിവിധ ഓഫീസുകളിൽ നിന്ന് അധിക ചുമതല നൽകുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇതിനും നടപടിയുണ്ടായില്ല. വെട്ടം ന്യൂസ് തിരൂർ. അകാലത്തിൽ വിട പറഞ്ഞ ബ്ലഡ് ഡൊണേഴ്സ് കേരള മലപ്പുറം ജില്ലാ സ്ഥാപക അംഗം അബ്ദുൾ മനാഫ് പൊന്നാനിയുടെ 2ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ജൂലൈ മാസത്തിൽ എറണാകുളം വെച്ച് നടന്ന അപകടത്തിലാണ് പൊന്നാനിയുടെ രക്തദാന ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അബ്ദുൾ മനാഫ് പൊന്നാനി വിട പറഞ്ഞത്. അബ്ദുൾ മനാഫ് പൊന്നാനി ചാരിറ്റബിൾ സൊസൈറ്റിയും ബ്ലഡ് ഡൊണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി പൊന്നാനി മാതൃശിശു ആശുപത്രിക്ക് സമീപമുള്ള ചാരിറ്റബിൾ സൊസൈറ്റി ഓഫീസ് പരിസരത്ത് വെച്ച് തൃശൂർ അമല ആശുപത്രി ബ്ലഡ് സെന്ററിന്റെ രക്തശേഖരണ വാഹനത്തിൽ വെച്ചാണ് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. 100-ലധികം പേർ പങ്കെടുത്ത ക്യാമ്പിൽ 69 പേർ രക്തദാനം നിർവഹിച്ചു. അബ്ദുൾ മനാഫ് ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ജവാദ് കെ, ഫൈസൽ റഹ്മാൻ, അലി കെ, റഹ്മാൻ, സമീർ സി, മഷൂദ്, ഷമീറെ തുടങ്ങിയവരും ബ്ലഡ് ഡൊണേഴ്സ് കേരള സംസ്ഥാന ജില്ലാ താലൂക്ക് ഏഞ്ചൽസ് വിംഗ് അംഗങ്ങളും ചേർന്ന് നേതൃത്വം നൽകി. വെട്ട ന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.